അങ്ങനെ യാഗണ്ടി ടെമ്പിളിലെത്തി. യാഗണ്ടി ടെമ്പിൾ ഞാൻ വിചാരിച്ച പോലെ അത്ര ശാന്തമായ പ്രദേശമൊന്നുമല്ല. അത് നിറച്ചും ജനങ്ങളായിരുന്നു. ഭയങ്കര ശബ്ദവും ബഹളമൊക്കെ ആയിരുന്നു. എനിക്ക് ഈ ശബ്ദവും ബഹളമൊക്കെ ഉള്ള അമ്പലങ്ങൾ കാണുമ്പോൾ വല്ലാത്തൊരു അരോചകത്വമാണ് തോന്നുന്നത്. ക്ഷേത്രങ്ങൾ എപ്പോഴും നല്ല കാമായിട്ടിരിക്കണം. ഇത് പുഷ്കരിണിയാണ് ക്ഷേത്രത്തിൻ്റെ മുൻപിലുള്ള, അതായത് ഒരു ജലധാരയാണ്. ആ മൗണ്ടൻ്റെ മുകളിൽ നിന്ന് വരുന്നതാണ്. ഇത് ആളുകളൊന്നും ഇല്ലെങ്കിൽ ഇത് ഇത്രയും ഭംഗിയായിട്ടിരിക്കേണ്ടതാണ് ഈ കുളമൊക്കെ. ഇതിൽ കുളിക്കുന്നത് നല്ലതാണെന്നൊരു വിശ്വാസമുള്ളതുകൊണ്ട് ആളുകളൊക്കെ അതിലിറങ്ങി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അരുവി മലമുകളിൽ നിന്ന് ഒരു നന്ദിപ്രതിമയുടെ വായിലൂടെ പുഷ്കരിണിയിലേക്ക് പതിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ധാരാളം ജനങ്ങൾ അമ്പലത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എന്തോ വിശേഷപ്പെട്ട ദിവസമാണെന്ന് തോന്നുന്നു. സ്ത്രീകളൊക്കെ കൊടിമരത്തിന്റെ ചുവട്ടിൽ ചിരാത് കത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പതുക്കെ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ ഒരു നന്ദി പ്രതിമയുണ്ട്. ഈ നന്ദി പ്രതിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. വർഷം തോറും ഇതിന് വലിപ്പം വയ്ക്കുന്നുണ്ടത്രേ. പാറയുടെ പ്രത്യേകതയാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു തൂൺ ഇളക്കി മാറ്റിയെന്നും പറയുന്നു. വലിയൊരു ക്യൂ നിങ്ങൾക്ക് കാണാം തൊഴാനായിട്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. ഇതാണ് യഥാർത്ഥ ക്ഷേത്രത്തിന്റെ രൂപം. തോരണങ്ങളൊക്കെ അഴിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ഇത്രയും ഭംഗിയാണ് ക്ഷേത്രം കാണാൻ. ഞാൻ ക്യാമറ അമ്പലത്തിന് ചുറ്റുമുള്ള മലനിരകളിലേക്കൊന്ന് തിരിച്ചു പിടിച്ചു. എത്ര ഭംഗിയുള്ള ഒരു ലാൻഡ്സ്കേപ്പാണെന്ന് നോക്കിക്കേ. അവിടെയാണ് ഈ അമ്പലം കൃത്യമായിട്ട് അവർ കൊണ്ട് നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. 5-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രം ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിന് പറയാനുണ്ട്. എന്നാൽ 15-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിലെ സംഗമ രാജവംശത്തിലെ രാജാവായ ഹരിഹര ബുക്കരായാണ് ഇത് പുതുക്കി നിർമ്മിച്ചത്. അതിനു മുൻപ് തന്നെ ഈ മലയിടുക്കുകളിൽ ധാരാളം ഗുഹാക്ഷേത്രങ്ങളുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇത് നന്ദിയാൽ ജില്ലയിൽ തന്നെയാണ്. ബേലംകേവ്സിൽ നിന്ന് ഏകദേശം 45 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. നമുക്ക് ആ കേവ് ടെമ്പിൾസ് ഒന്ന് കാണാം. അത് ഒരു അരുവിയുടെ അക്കരെയുള്ള മലനിരകളിലാണ് കാണുന്നത്. ജനങ്ങൾ ഇങ്ങനെ അവിടെ ഇട്ട് ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റെപ്പുകൾ ചെറിയ ഉറുമ്പിങ്ങനെ കയറി പോകുന്ന പോലെ തോന്നുന്നു ഇവിടെ നിന്ന് നോക്കുമ്പം. ഇതെല്ലാം ഗ്രാനൈറ്റ് റോക്സ് ആണ്. പ്രധാനമായും 3 ഗുഹാക്ഷേത്രങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണാനുള്ളത്. അതിലൊന്നാമത്തേതാണിത്. ഇരുട്ട് നിറഞ്ഞ ഗുഹാമുഖത്തേക്ക് സൂര്യപ്രകാശം തുളച്ചു കയറുമ്പോൾ ഉണ്ടാകുന്ന ആ വിഷ്വൽസ് ഒരു പുകപടലം പോലെയാണ് നമുക്ക് തോന്നുന്നത്. നല്ല ഭംഗിയാണത് കാണാനായിട്ട്. ഏറ്റവും ടോപ്പ് പ്രൈവറ്റ് ഏരിയ ആയതുകൊണ്ട് ക്യാമറ അവർ അനുവദിക്കുന്നില്ല. യാഗണ്ടി ടെമ്പിളിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ആ സ്റ്റെപ്പിൽ കൂടെ ഞാൻ മുകളിലോട്ട് കയറുകയാണ്. ഗ്രാനൈറ്റ് റോക്സ് ആണിത്. ഇങ്ങനെയാണല്ലേ, ഇങ്ങനെ ചെറിയ ചെറിയ ശിലാപാളികളാണ്. അടുക്കടുക്കായിട്ടുള്ള ശിലാപാളികളാണ്. കണ്ടോ, ഇത് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. ഒന്നൊന്ന് അടുക്കടുക്കായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കുറേ കയറ്റങ്ങളുണ്ട്. കയറ്റങ്ങൾ കയറി ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഒരു ടെമ്പിൾ എന്ന് വെച്ചാൽ ടെമ്പിളിൻ്റെ രൂപമൊന്നുമില്ല, ഒരു ഗുഹ പോലെ. അതിനെ കയറിയിട്ട് നമുക്ക് കാണാം. ഇത് രണ്ടാമത്തെ ഗുഹയാണ്. ഇതാണ് കുറച്ച് വലിപ്പം കൂടിയതും ഉയരത്തിലുള്ളതും. ശരിക്കും പറഞ്ഞാൽ ഇത്തരം പ്രദേശങ്ങളെയൊക്കെ ആർട്ടിഫിഷ്യൽ കൺസ്ട്രക്ഷൻസ് ഇല്ലാതെ അതിൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയിൽ തന്നെ സൂക്ഷിച്ചാൽ എത്ര ഭംഗിയായിരിക്കും കാണാൻ. അതേപോലെ ഒരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയറും കൂടെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ വല്ലാത്തൊരു വൈബ് തന്നെയായിരിക്കും ഇവിടെ. എല്ലാ ഗുഹകളും ഉമാമഹേശ്വര സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. യാഗണ്ടി ക്ഷേത്രം ഒരു ശൈവ ക്ഷേത്രമാണ്. നല്ലൊരു സെറീൻ അറ്റ്മോസ്ഫിയറിൽ അന്നത്തെ രാജാക്കന്മാർ നല്ലൊരു ലൊക്കേഷനിൽ കൊണ്ടുവച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ചുറ്റോടും ഗുഹാക്ഷേത്രങ്ങളും ഉണ്ട്. പക്ഷേ ഇന്നിപ്പം വല്ലാത്ത ജനത്തിരക്കും എല്ലാം ആയിട്ട് ഒരു ശാന്തത നമുക്കവിടെ തോന്നുന്നില്ല. നല്ലൊരു ശാന്തത തോന്നുന്നുണ്ടായിരുന്നെങ്കിൽ നല്ലൊരു സ്പിരിച്വൽ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഉണ്ടാവുമായിരുന്നു. ഇത് മൂന്നാമത്തെ ക്ഷേത്രമാണ്. ഇത് മലയിടുക്കിൻ്റെ മറ്റൊരു വശത്തായിട്ടാണുള്ളത്. അവിടെ പുതുതായിട്ട് നിർമ്മിച്ച കമാനമൊക്കെ കാണാം. അവിടെ നിന്ന് താഴേക്ക് കുറേ പടികളുണ്ട്. അതിറങ്ങിയിട്ട് വേണം താഴെ ചെല്ലാനായിട്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യാഗണ്ടി താഴ്വര കാണാൻ പറ്റും. പാർക്കിംഗ് ഏരിയ ഒക്കെയാണ് കാണുന്നത്. ധാരാളം പ്ലാസ്റ്റിക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പടികളിറങ്ങി പതിയെ പാർക്കിംഗ് ഏരിയയിലോട്ട് നടന്നുപോയി. വലിയ കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്ന സിന്ദൂരച്ചപ്പാണ്. നിറച്ചും വ്യത്യസ്ത നിറങ്ങളിലുള്ള സിന്ദൂരം. നമ്മുടെ നാട്ടിൽ ഇത്രയും വ്യത്യസ്ത കളറുള്ള സിന്ദൂരം കാണാറില്ല. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് പൂമാലകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. യാഗണ്ടിയിൽ നിന്നും ഇറങ്ങി നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദ ഗ്രാൻഡ് കാനിയോൺ ഓഫ് ഇന്ത്യ ഗണ്ടിക്കോട്ട കാണാനാണ് അടുത്ത യാത്ര.
ഗ്രാൻഡ് കാനിയോൺ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. അറിയാത്തവർക്കായിട്ട് പറയാം. ലോകാത്ഭുതങ്ങളിലൊന്നായ അമേരിക്കയിലെ കൊളറാഡോ സ്റ്റേറ്റിലുള്ള ഗ്രാൻഡ് കാനിയോണിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പതിപ്പാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അങ്ങനെ ഗണ്ടിക്കോട്ടയുടെ എൻട്രി പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഒരാൾക്ക് 30 രൂപ വീതം അടച്ചാൽ മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ഞങ്ങൾ താമസിച്ച ഗുരു റിസോർട്ടാണ്. ഈവനിങ്ങിൽ എല്ലാവരും പുറത്തിറങ്ങിയിട്ട് പരസ്പരം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫരീദാബാദുകാരി ഡോക്ടറുടെ വൈഫ് വന്നിട്ട് ഞങ്ങൾക്ക് മുങ്ദാലും അതേപോലെ ഗ്രേപ്സും ഒക്കെ കൊണ്ടു തന്നു. അവർ ഞങ്ങളെ പരിചയപ്പെടാനായിട്ട് വന്നു. പിറ്റേന്ന് കാലത്ത് 6 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ സൂര്യോദയം കാണാനായിട്ട് സൺറൈസ് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ദ ഗ്രാൻഡ് കാനിയോൺ ഓഫ് ഇന്ത്യയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾ നോക്കിക്കേ. ലോക പൈതൃക പട്ടികയിൽ അധികം വൈകാതെ ഇടം പിടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് ചെങ്കുത്തായിട്ടുള്ള ചുവന്ന മലനിരകളാണ്, ചുവന്ന പാറക്കല്ലുകളാണ് ഇതിലുള്ളത്. ഗ്രാനൈറ്റ് റോക്സ് ആണിത്. ഇതിന് പ്രത്യേക പേര് തന്നെയുണ്ട്. ക്വാഡ്സൈഡ് സെഡിമെൻ്ററി റോക്സ് എന്നാണ് ഇതിന് പറയുന്നത്. പെന്ന റിവറാണ് ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് നിശ്ചലമായിട്ട് കിടക്കുകയാണ്. കാരണം തൊട്ട് താഴെയായിട്ട് മൈലവാരം ഡാമുണ്ട്. അതിൻ്റെ റിസർവോയർ ഏരിയ ആണ്. അപ്പോൾ വെള്ളം ഇങ്ങോട്ട് കയറി കിടക്കുന്നതുകൊണ്ടാണ് നിശ്ചലമായിട്ട് കിടക്കുന്നത്. ഗണ്ടിക്കോട്ട പെന്ന റിവറിൻ്റെ അരികത്ത് നിന്ന് ആരംഭിച്ചിട്ട് ഇങ്ങനെ കുറേ ദൂരം എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ബാക്കി നശിച്ചു പോയിരിക്കുകയാണ്. ഗണ്ടിന്ന് തെലുങ്കിൽ പറഞ്ഞാൽ മലയിടുക്കെന്ന അർത്ഥം. അപ്പോൾ മലയിടുക്കിലുണ്ടാക്കിയ കോട്ട എന്നുള്ള അർത്ഥത്തിലാണ് ഗണ്ടിക്കോട്ട എന്ന് പേര് വന്നത്. ഓ, എന്നാ കിടിലം വ്യൂ ആണെന്ന് നോക്കിക്കേ. ഈ വ്യൂ കാണാനാണ് നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നത്. ഇത് വರ್ತല്ലേ നിങ്ങൾ പറയൂ. പക്ഷെ സൂര്യൻ നമ്മളെ ചെറുതായിട്ടൊന്ന് ചതിച്ചു കേട്ടോ. മേഘമായിരുന്നു, അതിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് ഉയർന്നു വന്നത്. എൻ്റെ ഒരു കൂട്ടുകാരൻ അയച്ചു തന്ന സൂര്യോദയത്തിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ആ ചെങ്കുത്തായ പാറയിടുക്കിൽ നിന്ന് ഒളിഞ്ഞൊളിഞ്ഞ് എത്തി നോക്കുന്ന ചുവന്ന തുടുത്ത സൂര്യൻ. എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കൂ. ഇവിടെ ബോട്ടിങ്ങും ടെൻറ്റ് ഹൗസും ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസ് നിങ്ങളെ കാണിക്കാം. പെന്ന റിവറിൽ നിന്നുള്ള ഗണ്ടിക്കോട്ടയുടെ വ്യൂ മുകളിൽ നിന്ന് നോക്കുന്നതിനെക്കാട്ടിലും സൂപ്പറാണ്. ശരിക്കും പറഞ്ഞാൽ സർക്കാർ ഇതിനെ വലിയ കെയർ ഒന്നും കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്തൊന്നും വെക്കുന്നില്ല. നല്ല കെയറൊക്കെ കൊടുത്ത് ഭംഗിയാക്കി എടുക്കുകയാണെങ്കിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഗണ്ടിക്കോട്ട. 1123 ചാലൂക്യ രാജാവായ കാപ്പയാണ് ഗണ്ടിക്കോട്ട പണി കഴിപ്പിച്ചത്. ഏകദേശം 15-ാം നൂറ്റാണ്ടിലാണ്. ഗണ്ടിക്കോട്ട പിന്നീട് കക്കാട്ടിയ രാജവംശത്തിൻ്റെ അണ്ടറിൽ വരികയും 1239 AD മുതൽ 1304 AD വരെ അവർ ഭരിക്കുകയും ചെയ്തു. കോട്ടയ്ക്കുള്ളിൽ 2 അമ്പലങ്ങളാണുള്ളത്. ഒന്ന് ശ്രീരാമന് വേണ്ടി പണി കഴിപ്പിച്ച രംഗനാഥസ്വാമി ടെമ്പിൾ, അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഓർക്കുന്നത് ഈ വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരൊക്കെ എത്ര ധനികരും ശക്തരുമായിരുന്നു എന്നാണ്. കാരണം നമ്മൾ ഹംപി കാണുമ്പോഴും ഒക്കെ വിജയനഗര ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ 2ാമത്തെ വലിയ ഡൈനാസ്റ്റി ആയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് തടവുകാരെ പാർപ്പിച്ചിരുന്ന ഒരു ജയിലും അതിനോടനുബന്ധിച്ച് വലിയൊരു ധാന്യപ്പുരയും പാലസും അതോടൊപ്പം തന്നെ ഒരു മോസ്കുമാണ്. ഞങ്ങൾ അതിരാവിലെ ആയിരുന്നതിനാൽ അതൊന്നും തുറന്നിട്ടില്ലായിരുന്നു. എങ്കിലും നിങ്ങൾക്ക് ഇൻറ്റീരിയർ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ഇത് ജാമിയ മസ്ജിദാണ്. കക്കാട്ടിയ ഡൈനാസ്റ്റിയുടെ പതനത്തിന് ശേഷം തുഗ്ലക് രാജവംശത്തിലെ ഭരണാധികാരികൾ കോട്ട ആക്രമിച്ച് പിടിച്ചടക്കി. അതിനുശേഷം വന്നിട്ടുള്ള നിർമ്മിതികളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മനോഹരമായ മിനിയേച്ചർ ചാർമിനാറാണ്. അതിന് മുൻവശത്ത് തന്നെ വിശാലമായ ഒരു കുളമുണ്ട്. ഈ കുളം പണ്ട് രാജാക്കന്മാരെ യുദ്ധം ചെയ്ത് വന്ന് വിജയിച്ചതിന് ശേഷം അവരുടെ വാള് കഴുകാൻ ഉപയോഗിച്ചിരുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ വെള്ളം മുഴുവൻ ചുവന്ന കളറാവുമെന്നാണ് പറയുന്നത്. ഈ കാണുന്ന വെള്ളം അണ്ടർഗ്രൗണ്ട് വഴി പാലസിലേക്കും ടെമ്പിളിലേക്കും ഒക്കെ ജലസ്രോതസ്സായി എത്തിക്കുന്നതാണ്. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് തൂക്കണാങ്കുരുവികളുടെ കൂട് കണ്ടു. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്നതാണിത്. ഇനി കാണാൻ പോകുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. ഇതാണ് ശ്രീകൃഷ്ണന് വേണ്ടി പണി കഴിപ്പിച്ച മാധവരായ സ്വാമി ടെമ്പിൾ. അതിൻ്റെ ഗോപുരത്തിന് 5 നിലകളാണുള്ളത്. ശില്പങ്ങൾ കൊത്തിയെടുത്ത ശിലാപാളികൾ അടുക്കി വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. കോട്ടയുടെ ഭാഗങ്ങളും ക്ഷേത്രങ്ങളുടെ ചുവരും ഒക്കെ ഇവിടുത്തെ റെഡ് സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്തുള്ള പില്ലറുകളൊക്കെ കരിങ്കല്ലിലാണ് തീർത്തിട്ടുള്ളത്. ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചിട്ട് പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇത്രയും പെർഫെക്ഷനോടുകൂടി ഈ കല്ലുകൾ കൊത്തിയെടുത്ത വിജയനഗര സാമ്രാജ്യത്തിലെ ശില്പികളെ നമിക്കാതെ വയ്യ. വിജയനഗര സാമ്രാജ്യം കർണാടകത്തിലെ ഹംപി മുതൽ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലെ അങ്ങ് ഡിണ്ടിഗൽ വരെയും വ്യാപിച്ചു കിടന്നിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു ഒരിക്കൽ.
ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം അവരിത്തരം മഹത്തായ നിർമ്മിതികൾ ചെയ്തു വച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് പലതും നാശോന്മുഖമായി കിടക്കുകയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ ഗണ്ടിക്കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പോലും കാര്യമായി ഒന്നും ചെയ്യുന്നതായിട്ട് കണ്ടില്ല. കാരണം ഇവിടെ ഒരു കോൺട്രവേഴ്സി നിലനിൽക്കുന്നുണ്ട്. ഈ കോട്ടയ്ക്കുള്ളിൽ തന്നെ ധാരാളം സെറ്റിൽമെൻറ്റുകളുണ്ട്. അത് ഒരു കാലത്ത് ആരാലും നോക്കപ്പെടാതിരുന്ന കാലഘട്ടത്തിൽ ആളുകൾ വന്നിവിടെ സെറ്റിൽ ചെയ്തിട്ടുള്ളതാവാം. ഒരു ചരിത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ ഗണ്ടിക്കോട്ട കണ്ടു തീർക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ ദിവസം തന്നെ വേണം. കോട്ടയുടെ ഉൾഭാഗത്തുള്ള ഗേറ്റിന് മുൻവശമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇതിനുള്ളിൽ കൂടെ ഒരു പൊതുവഴി കടന്നു പോകുന്നുണ്ട്. ഇത് വില്ലേജേഴ്സിന് യാത്ര ചെയ്യാനുള്ള വഴിയാണ്. കോട്ടയുടെ മുൻവശത്തായിട്ട് വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിട്ടുള്ള. ഇതൊരു പീജിയൻ ടവറാണ്. പ്രാവുകൾക്ക് കൂടുകൂട്ടാനായിട്ട് അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിന് സമീപത്ത് തന്നെ ഒരു ഡ്രം ഹൗസ് ഉണ്ട്. ഡ്രം ഹൗസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാജാക്കന്മാർ ഇൻവേഷൻ ചെയ്യുകയാണെങ്കിൽ ആർമിക്ക് അലേർട്ട് കൊടുക്കാനുള്ള ഡ്രംസ് വെച്ചിരുന്ന സ്ഥലമാണ്. ഇതാണ് കോട്ടയുടെ മുൻവശം എന്ന് പറയുന്നത്. വലിയ കോട്ടമതിലുകളാണ്. ഇതതിൻ്റെ ഗേറ്റാണ്. ഈ ഗേറ്റ് ഒരു മുഗൾ ആർക്കിടെക്ചറിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഡോറുകൾ നോക്കിക്കേ, മുള്ള് പതിപ്പിച്ചിരിക്കുന്നത് കണ്ടോ? ഇത്തരം മുള്ള് പതിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഞാനത് സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് കണ്ണൂർ പോയപ്പോഴാണ് മനസ്സിലാക്കിയത്. ആനകളെ കൊണ്ട് ശത്രു സൈന്യം ചവിട്ടി തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം മുള്ളുകൾ പിടിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. ശരിക്കും ഒരു കാലത്ത് വിവിധ ഡൈനാസ്റ്റികളുടെ സാമ്രാജ്യമായിരുന്ന മനോഹരമായ ഒരു കോട്ടയാണിത്. പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ അവസ്ഥ അത്ര ഭംഗിയുള്ളതൊന്നുമല്ല. ഇതതിൻ്റെ ഫ്രണ്ടിലുള്ള വിശാലമായ പാർക്കിംഗ് ഏരിയ ആണ്. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇവിടെ ഈ ചേട്ടൻ ഇഡ്ഡലി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും സ്ത്രീ മേധാവിത്വമാണ് കാണുന്നത്. അതായത് ഒരു തട്ടിൽ 9 ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ 9 തട്ടുകൾ ഒരുമിച്ച് വെച്ച് പുഴുങ്ങാൻ പറ്റുന്ന ഒരു പാത്രമാണിവിടെ. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തതാണത്. ഈ ചേച്ചിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെന്ന് തോന്നുന്നു. അവരാണ് പാചകം ചെയ്യുന്നത്. ഞങ്ങളുടെ വലിയ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്ര ആരംഭിച്ചു. താടിപത്രിയിലേക്കാണ് പോകുന്നത്. 11 മണിക്കാണ് ട്രെയിന്. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന അതേ കേപ്പ് പൂനെ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. യാത്രയുടെ ആരംഭത്തിൽ തന്നെ ഞാൻ ഷെറിൻ ബഷീറിനോട് പറഞ്ഞിരുന്നു എനിക്ക് ഇത്തരം പാടങ്ങളും അതേപോലെ തന്നെ ഗ്രാനൈറ്റ് ക്വാറിയും ഒന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരാഗ്രഹം സാധിച്ചു തരാനായിട്ടാണ് ഈ ചോളപ്പാടത്തിൻ്റെ അടുത്ത് നിർത്തിയത്. വലിയ ചോളമാണിത്. ഇപ്പം നിങ്ങൾ കാണുന്നത് കോട്ടൺ പരുത്തിച്ചെടിയാണ്. ഈ പരുത്തിച്ചെടിയിൽ നിന്നാണ് കോട്ടൺ എടുക്കുന്നത്. ഇത് ഒരു ഗ്രാനൈറ്റ് ക്വാറിയാണ്. കടപ്പയും ഗ്രാനൈറ്റും ഒക്കെ. അതായത് ഇങ്ങനെ ചെളി പിടിച്ച് വരുന്ന കടപ്പ സ്റ്റോൺസും ഗ്രാനൈറ്റും ഒക്കെ എങ്ങനെയാണ് വളരെ മിനുസമുള്ള ഭംഗിയുള്ള കല്ലുകളായി മാറുന്നതെന്നാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഈ കൂട്ടിയിട്ടിരിക്കുന്നതൊക്കെ കട്ട് ചെയ്തിരിക്കുന്ന കടപ്പ കല്ലാണ്. ഇപ്പോൾ നിങ്ങളത് കട്ട് ചെയ്യുന്ന കാണാം. കട്ട് ചെയ്താണ്ട് പീസ് പീസായിട്ടിരിക്കുന്ന അതൊന്നുണ്ട്. അറിയാതെ എങ്ങാനും കയ്യോ കാലോ ഇതിനകത്ത് പോയുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. സമ്മതിക്കണം ഇവരെ. മുറിച്ചെടുത്ത കല്ലിൻ്റെ പാളികൾ വെള്ളമൊഴിച്ച് മിനുസപ്പെടുത്തിയെടുക്കുകയാണ് ചേച്ചിമാർ. വെള്ളമൊഴിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര പൊടിയാണല്ലോ. അപ്പോൾ വെള്ളമൊഴിക്കാതെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തരികൾ വന്നിട്ട് കണ്ണിലും ഒക്കെ തെറിക്കാനുള്ള സാധ്യതയുണ്ട് മുറിയാൻ. അപ്പോൾ അത് ഒഴിവാക്കാനാണ് വെള്ളം ഒഴിക്കുന്നത്. കടപ്പ ക്വാറി കാണണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ കടപ്പ കട്ട് ചെയ്യുന്ന ഫാക്ടറി കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ ഞങ്ങൾ യാത്രയെല്ലാം അവസാനിപ്പിച്ച് നേരെ താടിപത്രി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്ന പൂനെ കന്യാകുമാരി എക്സ്പ്രസ്സിൽ കയറി നാട്ടിലേക്ക് തിരിച്ച് യാത്ര ആരംഭിച്ചു. കടലയും പരുത്തിയും മുളകും വിളയുന്ന പാടങ്ങളെ പിന്തള്ളിക്കൊണ്ട് ട്രെയിൻ കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് അടുത്ത യാത്രയുടെ സ്വപ്നങ്ങളായിരുന്നു.